കർത്താവിൽ പ്രിയരെ, വിശുദ്ധ ശൂനോയ നോയമ്പിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമുക്ക് ധ്യാനിക്കുവാൻ കിട്ടിയിരിക്കുന്ന വിഷയം വിശുദ്ധ ദേവമാതാവിന്റെ പൂട്ടപ്പെട്ട വാതിൽ എന്ന വിഷയത്തെ പറ്റിയാണ്. ഈ വിശേഷണം പരിശുദ്ധ വേദപുസ്തകത്തിൽ യെഹെസ്കേൽ പ്രവാചകന്റെ ദർശനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കർത്താവ് പ്രവേശിച്ച വാതിലായതിനാൽ അത് പിന്നീട് അടഞ്ഞു കിടക്കുമെന്ന് പ്രവാചകൻ പറയുന്നു. സഭാപിതാക്കന്മാർ ഈ വാതിലിനെ വിശുദ്ധ ദേവമാതാവിന്റെ പ്രതീകമായി വ്യാഖ്യാനിക്കുന്നു. ലോകത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് മാതാവിൽ കൂടി അവതരിച്ചു. പിന്നീട് അവൾ നിത്യകന്യകയായി ദൈവത്തിന്റെ വിശുദ്ധ പാത്രമായി നിലകൊണ്ടു എന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. പൂട്ടപ്പെട്ട വാതിൽ എന്നത് വെറും ഒരു പ്രതീകം മാത്രമല്ല, പരിശുദ്ധിയുടെയും അനുസരണത്തിന്റെയും ദൈവഹിതത്തിന് പൂർണ്ണമായി വഴങ്ങിക്കൊടുക്കുകയും ത്യാഗത്തിന്റെയും അടയാളമാണ്. ഇതാ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് ഗബ്രിയേൽ മാലാഖയുടെ ദർശനത്തിന് ഭാഗമായി വിശുദ്ധ കന്യാമറിയാമിന്റെ വാക്കുകൾ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയൊരു മാതൃകയാണ്. ദൈവവിളി സ്വീകരിക്കുമ്പോൾ മനുഷ്യജീവിതം എങ്ങനെ അനുഗ്രഹീതമാവുന്നു എന്ന് വിശുദ്ധ ദേവമാതാവിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. ഇന്നത്തെ ഈ ലോകത്തിൽ വിശ്വാസവും വിശുദ്ധിയും സംരക്ഷിക്കുക എന്നത് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ പരിശുദ്ധ ദേവമാതാവിന്റെ ജീവിതം നമ്മെ പ്രാർത്ഥനയിലേക്കും വിനയത്തിലേക്കും ദൈവാശ്രയത്തിലേക്കും നമ്മെ നയിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളും ദൈവത്തിന്റെ ആലയങ്ങളായി വിശുദ്ധമായി സൂക്ഷിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വസിക്കുകയും മറ്റുള്ളവർക്ക് പ്രകാശമാകുവാൻ നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനകളാൽ നമ്മുടെ കുടുംബങ്ങളും സഭയും സമൂഹവും അനുഗ്രഹിക്കപ്പെടട്ടെ. വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും വളരുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.